നമ്മുടെ MBA കോളേജിലെ അലൂമിനി അവരുടെ നേതൃത്വത്തിലാണ് മെഹർ 24 എന്ന പേരിൽ ഈ വർഷവും ഈ വൈവാഹിക മാംഗല്യ കർമ്മം ഇവിടെ നടന്നിട്ടുണ്ട്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കലാലയങ്ങളിൽ പരസ്പരം പോരടിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് വേറിട്ട മാതൃകയിലൂടെ നന്മയുടെ വെളിച്ചം പകരുകയാണ് പെരിന്തൽമണ്ണ MBA എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ. നിർധനരായ 60ഓളം യുവതികളുടെ മംഗല്യ സ്വപ്നം സാക്ഷാത്കരിച്ച വിദ്യാർത്ഥികൾ ഈ വർഷം 9 കുടുംബങ്ങളിലെ കണ്ണീരൊപ്പാൻ ഒത്തുചേർന്നപ്പോൾ സംസ്ഥാനത്തിന് തന്നെ അത് വേറിട്ടൊരു സന്ദേശമായി മാറി. മെഹർ 24 എന്ന പേരിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമൂഹ വിവാഹം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് വലിയൊരു സന്ദേശം നൽകുകയാണ് പെരിന്തൽമണ്ണ MBA എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും. പരസ്പരം പോരടിച്ച് കലാലയങ്ങളിൽ കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവർക്ക് ഈ വിദ്യാർത്ഥികൾ പകർന്നു നൽകുന്നത് നന്മയുടെ വെളിച്ചമാണ്. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്ന പേരിൽ എല്ലാ ക്യാമ്പസുകളിലും നിരവധി സാമൂഹിക ഇടപെടലുകൾ നടക്കാറുണ്ട്. എന്നാൽ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ MBA എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത മാർഗം എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്. 2016 അന്നത്തെ ബാച്ചിലെ അവസാന വർഷ വിദ്യാർത്ഥികൾ എന്നും സമൂഹം ഓർത്തിരിക്കുന്ന ഒരു നന്മ ചെയ്ത് കോളേജിന്റെ പടിയിറങ്ങാൻ തീരുമാനിക്കുന്നിടത്താണ് നന്മയുടെ പുതുവെളിച്ചം പകരുന്ന സമൂഹ വിവാഹം എന്ന ആശയം ഉടലെടുക്കുന്നത്. മാനേജ്മെന്റും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ഒപ്പം കൈകോർത്തപ്പോൾ അത് കേരളത്തിലെ ക്യാമ്പസുകൾക്ക് പകർത്തിയെഴുതാനുള്ള ചരിത്രമായി മാറുകയായിരുന്നു. കഴിഞ്ഞ 8 വർഷം കൊണ്ട് നിർധനരായ 60ഓളം യുവതികളുടെ മംഗല്യ സ്വപ്നം സാക്ഷാത്കരിക്കാനും ഒട്ടേറെ കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാനും കഴിഞ്ഞ MBAയിലെ വിദ്യാർത്ഥികൾ ഈ വർഷം 9 പാവപ്പെട്ട യുവതികൾക്കാണ് വിവാഹമെന്ന സ്വപ്നം സഫലമാക്കിയത്. മെഹർ 24 എന്ന പേരിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമൂഹ വിവാഹത്തിൽ 100 കണക്കിന് പേരാണ് പങ്കെടുത്തത്. വധൂവരന്മാർക്കുള്ള വസ്ത്രം, വധുവിനെ അണിയിക്കാനുള്ള സ്വർണം, വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയവർക്കുള്ള ഭക്ഷണം എന്നിവ മുതൽ എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നതിൽ വിദ്യാർത്ഥികൾ മുൻപന്തിയിലുണ്ടായിരുന്നു. നവദമ്പതികൾക്ക് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിനമാണ് വിദ്യാർത്ഥികൾ സമ്മാനിച്ചത്. 8 വർഷം കൊണ്ട് പാവപ്പെട്ട യുവതികളുടെ കണ്ണീരൊപ്പാൻ 3.5 കോടിയോളം രൂപ ചെലവഴിച്ച വിദ്യാർത്ഥികൾക്ക് എല്ലാ പിന്തുണയുമായി മാനേജ്മെന്റും അധ്യാപകരും ഉണ്ടായിരുന്നു. 30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഈ വർഷം കോളേജിൽ സമൂഹ വിവാഹം ഒരുക്കിയത്. പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഈ സതുദ്യമത്തിൽ കൈകോർത്തതോടെ കോളേജിന്റെ ചരിത്ര ഏടുകളിലേക്ക് വിവാഹാഘോഷം എഴുതി ചേർക്കപ്പെടുകയായിരുന്നു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമൂഹ വിവാഹം ഉദ്ഘാടനം ചെയ്തു. എല്ലാ മതവിഭാഗങ്ങളിലും ഉൾപ്പെട്ട ദമ്പതികളെ ആശംസ അറിയിച്ച അദ്ദേഹം നിക്കാഹിന് മുഖ്യ കാർമ്മികത്വവും വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠനത്തിനപ്പുറം സമൂഹത്തിന് മാതൃകയാക്കാവുന്ന ഇത്തരം പ്രവൃത്തികളിലൂടെ MBA എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നന്മയുടെ വെളിച്ചം പകരുകയാണെന്നും സാമൂഹിക അവബോധം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ വലിയ സന്ദേശമാണ് വിദ്യാർത്ഥികൾ പൊതുസമൂഹത്തിന് നൽകുന്നതെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. 2016 മുതൽ ഇത് നടന്നു വരുന്നുണ്ട്. ഈ വർഷവും 9ഓളം ഇപ്പോൾ ഇതിനോടകം നമ്മൾ 73 കുടുംബങ്ങൾ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വന്നു. അലൂമിനി കുട്ടികൾ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, നിലവിലുള്ള വിദ്യാർത്ഥികൾ എല്ലാവരുടെയും സഹകരണത്താലാണ് ഇത് നടക്കുന്നത്. നാട്ടുകാരുടെയും നല്ല സഹകരണം ഇതിനുണ്ട്. അപ്പോൾ നല്ലൊരു സന്തോഷദായകമായൊരു മുഹൂർത്തമാണിത്. ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പ്രൊഫഷണൽ സ്ഥാപനമാണല്ലോ ഇത്. സാധാരണഗതിയിൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് ആഘോഷിക്കലാണ്. ഇവിടെ അതല്ല. ഇവിടെ ഇവർ സാമൂഹ്യ സംവിധാരണ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പാവപ്പെട്ട കുടുംബങ്ങൾക്കുള്ള, അപ്പോൾ ഇവിടുന്ന് പഠിച്ചു വരുന്ന ബിരുദധാരികളായിട്ടുള്ളവർക്ക് ഒരു സാമൂഹ്യ ബോധം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുന്നുണ്ട്.
വിശാലമായ ക്യാമ്പസിലേക്ക് ഒഴുകിയെത്തിയ നൂറുകണക്കിന് ആളുകൾ ഈ നന്മയുടെ ഭാഗമാവുകയായിരുന്നു. കാലം മായ്ക്കാത്ത നന്മയെ ഹൃദയത്തിൽ ചേർത്തു നിർത്തിയ അവർക്കും പറയാനുണ്ടായിരുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളെക്കുറിച്ചായിരുന്നു. അവർക്കൊപ്പം നിൽക്കുന്ന അധ്യാപകരെയും മാനേജ്മെന്റിനെയും കുറിച്ചായിരുന്നു. എല്ലാവരുടെയും സഹായത്തോടെ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം കോളേജ് ചെയർമാൻ ഷഹീം അബ്ദുൽ സലാം ഞങ്ങളുമായി പങ്കുവച്ചു. വളരെയധികം സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തത്തിലാണ് ഞങ്ങളായിരുന്നു നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ ഞങ്ങളെ കോളേജിൻ്റെ ഭാഗമായി നടത്തുന്ന കോളേജ് പരിപാടികളുടെ ഭാഗമായി നടത്തുന്ന മെഹർ 24-ൻ്റെ നിക്കാഹും അതേപോലെ മറ്റുള്ള പരിപാടികളും കഴിഞ്ഞ് നിൽക്കുന്നൊരു മുഹൂർത്തത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ 9ാമത്തെ മെഹറാണ് ഞങ്ങളുടെ കോളേജിൽ നടക്കുന്നത്. മൊത്തം 73 കപ്പിൾസിൻ്റെ 73 പേരുടെ കല്യാണം ഞങ്ങൾക്ക് നടത്തി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് ഇത് ഞങ്ങളുടെ സീനിയേഴ്സ് വഴിയും ഞങ്ങൾക്ക് തന്ന ഒരു ഇൻസ്പിറേഷനാണ് ഞങ്ങൾ ഇതിലേക്ക് മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. വധൂവരന്മാരെ അണിയിച്ചൊരുക്കാനും അവരെ വിവാഹവേദിയിലേക്ക് ആനയിക്കാനും മുന്നിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രിയപ്പെട്ട കലാലയമുറ്റത്ത് ഒരു വലിയ നന്മയിൽ പങ്കാളികളായതിന്റെ സന്തോഷത്തിലാണ് ഒത്തുകൂടിയത്. നവദമ്പതികൾക്ക് ഭാവുകങ്ങൾ നേർന്ന ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇത്തരം ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഏറെ സന്തോഷം നൽകുന്നതാണെന്ന് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ നാസർ ഹസൻ CH, ബ്രാഞ്ച് ഇൻചാർജ് സുൽഫിക്കർ അസ്ലം എന്നിവർ പ്രതികരിച്ചു. 2016 തൊട്ട് MEA എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് ഈ ഒരു സമൂഹ വിവാഹം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ദുബായ് ഗോൾഡും അവരോടൊപ്പം ഞങ്ങളും പങ്കുചേർന്നു. ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ഒരു സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കാനും ഇതിൻ്റെ ഒരു ഭാഗമാകുവാനും ഞങ്ങൾക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഹമീദ് മാസ്റ്റർ MLA സമൂഹ വിവാഹ ചടങ്ങിന്റെ ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, അബ്ദുസമദ് പൂക്കോട്ടൂർ, ET മുഹമ്മദ് ബഷീർ, സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, OMS തങ്ങൾ, PMA സലാം, മൊയ്തീൻ ഫൈസി പുത്തനഴി, PK നവാസ്, അഡ്വക്കേറ്റ് കരീം ചേളേരി, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ CK സുബൈർ, പ്രിൻസിപ്പൽ ഡോക്ടർ G രമേശ്, വൈസ് പ്രിൻസിപ്പൽ ഹനീഷ് ബാബു, സ്റ്റാഫ് കോർഡിനേറ്റർ മുഹമ്മദ് സ്വാലിഹ്, യൂണിയൻ ചെയർമാൻ ഷഹീം അബ്ദുസലാം തുടങ്ങിയവർ വിവാഹാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. 2016 അവസാന വർഷ വിദ്യാർത്ഥികൾ സമൂഹത്തിന് നന്മ ചെയ്ത് മടങ്ങണമെന്ന ചിന്തയിൽ തുടങ്ങിവെച്ച സമൂഹ വിവാഹം ഇന്ന് ഒട്ടേറെ യുവതികളുടെ കണ്ണീരൊപ്പുന്ന വലിയൊരു നന്മയായി തുടരാൻ കഴിഞ്ഞത് സന്തോഷം നൽകുന്നുണ്ടെന്നും ഇതിനായി എല്ലാവരും സഹായവുമായി ഒപ്പമുണ്ടായിരുന്നുവെന്നും സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് HOD ഷംസുദ്ദീൻ VP പറഞ്ഞു. ഏകദേശം 3.5 കോടി രൂപയോളം സ്വരൂപിച്ചിട്ട് ഇതേപോലെയുള്ള സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട അർഹരായവരിലേക്ക് എത്തിക്കാൻ MEA എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തികച്ചും വളരെ അഭിമാനത്തോടു കൂടി ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം 30 ലക്ഷത്തോളം രൂപയാണ് ഈ ഒരു വർഷം ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഈ പരിപാടിക്ക് വേണ്ടി കൊണ്ട് സ്വരൂപിച്ചിട്ടത്. MEA എഞ്ചിനീയറിംഗ് കോളേജിലെ 1000-ഓളം വരുന്ന വിദ്യാർത്ഥികളും 10,000-ഓളം വരുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർണ്ണമായിട്ടുള്ള സഹകരണത്തോടു കൂടിയാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ മറ്റൊരു ക്യാമ്പസിലും കാണാൻ കഴിയാത്ത നിർധന യുവതികളെ ചേർത്തു നിർത്തുന്ന MEA എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്രവൃത്തി വലിയൊരു സന്ദേശമാണ് നാടിന് നൽകുന്നത്. ജീവിത വിജയത്തിന്റെ പടവുകൾ താണ്ടാൻ പ്രാപ്തമാക്കിയ പ്രിയപ്പെട്ട കലാലയത്തിൽ നന്മയുടെ വെളിച്ചം വിതറി നാടാകെ എല്ലാ ക്യാമ്പസുകളിലും ആ വെളിച്ചം പകരണമെന്ന സന്ദേശം. കലാലയങ്ങൾ നന്മയുടെയും സൗഹൃദത്തിന്റെയും ഇടങ്ങളാകണമെന്ന വലിയൊരു സന്ദേശമാണ് MEA എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിയ സമൂഹ വിവാഹം നൽകുന്നത്. ചാനൽ 10 പെരിന്തൽമണ്ണ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ബൈപ്പാസ് റോഡ്, പെരിന്തൽമണ്ണ.